സാങ്കേതിക വളർച്ചയോടൊപ്പം മനസ്സിൻ്റെ പക്വത കൂടെ വളരണം. അല്ലെങ്കിൽ ഗുണത്തേക്കാൾ ദോഷമാണ് സംഭവിക്കുക എന്നത് എത്രയോ പേരുടെ അനുഭവത്തിൽ കൂടി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവയിൽ നിന്നും ഒരു രീതിയിലുള്ള സുഖം അനുഭവിക്കുന്നത് ശരി തന്നെയാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. എന്നാൽ അതിന് വലിയ വിലയാണ് പിന്നീട് നൽകേണ്ടി വരുന്നത്. എന്നാൽ ബാഹ്യലോകത്തു നിന്നും പൂർണ്ണമായ ആനന്ദം നേടാനുള്ള ശ്രമം വിപുലമാണ്. നമ്മൾ തേൻ നുകരാനായി നിരന്തരം ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചെന്നിരിക്കുന്നത് കടലാസ് പുഷ്പങ്ങളിലാണ്. കടലാസ് പുഷ്പത്തിൽ നിന്ന് തേൻ്റെ മാധുര്യം ഒരിക്കലും നുകരാൻ കഴിയില്ല. ഇതുപോലെ ലോകവസ്തുക്കളിൽ നിന്നും ശാശ്വതമായ ആനന്ദം അനുഭവിക്കാൻ പ്രയാസമാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരാളിങ്ങനെ കാറോടിച്ച് പോവുക. അപ്പോൾ കാറിനോടൊപ്പം ഒരു കോഴി അതേപോലെ ഓടി വരുന്നതുണ്ട്. അദ്ദേഹത്തിന് ഒരു കൗതുകത്തിന് വേണ്ടി അയാൾ കാറിൻ്റെ വേഗത കൂട്ടി. അപ്പോഴും കോഴി കൂടെ ഉണ്ട്. വീണ്ടും കാറിൻ്റെ വേഗം കൂട്ടി 100 കിലോമീറ്റർ എത്തിയപ്പോഴും കോഴി ഒപ്പം തന്നെ ഉണ്ട്. അപ്പോഴാണ് അയാൾ ആ കോഴിയെ ശ്രദ്ധിച്ചത്. ആ കോഴിക്ക് 3 കാലുകളുണ്ട്. അയാളുടെ കൗതുകം ഒന്നുകൂടി വർദ്ധിച്ചു. അയാൾ ആ കോഴിയുടെ പുറകെ തന്നെ പിന്തുടർന്നു. അയാൾ ആ കോഴിയെ പിന്തുടർന്ന് ചെറിയ പുരയിൽ ചെന്ന് കയറിയാണ്. അവിടെ കണ്ട കർഷകനോട് അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഈ വിചിത്രമായ കോഴി എങ്ങനെ ഉണ്ടായി? കൃഷിക്കാരൻ ശാന്തനായ മറുപടി പറഞ്ഞു, എൻ്റെ മകൻ ബയോടെക്നോളജിയിൽ റിസർച്ച് ചെയ്യുകയാണ്. അവൻ സൃഷ്ടിച്ച കോഴിയാണ് നിങ്ങൾ കണ്ടത്. കാറോടിച്ച് വന്ന ആൾ കർഷകനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു കോഴി ഉണ്ടാക്കിയത്? അതോ, ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കോഴിക്കാലാണ്. 3 പേർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് കോഴിക്കാലായതുകൊണ്ട് ഓരോ ദിവസവും 2 കോഴിയെ കൊല്ലേണ്ടി വരുന്നു 3 പേർക്ക് കഴിക്കാൻ വേണ്ടി. ഓരോ പ്രാവശ്യവും 2 കോഴിയെ വെച്ച് കൊല്ലാതെ കഴിക്കാനാണ് അവൻ 3 കാലുള്ള കോഴിയെ സൃഷ്ടിച്ചത്. എന്നിട്ട് അതിന് രുചി എങ്ങനെയുണ്ട് എന്ന് ഈ കാറോടിച്ച് എന്നാൾ കർഷകനോട് ചോദിക്കുകയാണ്. അയ്യോ മോനെ, അതിനെ പിടിക്കാൻ കിട്ടിയിട്ട് വേണ്ടേ അതിന് രുചി അറിയാം. ഇതുപോലെ പുറം ലോകത്തൊന്നും 100% ആനന്ദം കിട്ടാൻ പോകുന്നില്ല. അതുപോലെ ശാസ്ത്രം എത്ര വികസിച്ചാലും നമുക്കതിന് 100% ആനന്ദം കിട്ടാൻ പോകുന്നില്ല. ഇതവൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് പുറത്തുനിന്ന് കിട്ടാൻ ശ്രമിക്കുന്ന കറിക്കൂടെ പൊട്ടൊടിക്കാൻ ശ്രമിക്കുന്നവരാണ്, ആഹാരത്തോട്ട് കഴിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഉള്ളിൽ നിന്നുള്ള തൃപ്തിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശരിയായ ആനന്ദം ഉള്ളിലാണ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പരാസത്തെ കത്തേണ്ട മെഴുകുതിരിയല്ല, നമ്മൾ സ്വയം ചലിക്കേണ്ട സൂര്യനാണ്. നമ്മൾ പൂച്ചക്കുട്ടിയല്ല, ഞാവും ഞാവും പറഞ്ഞുകൊണ്ടി സിംഹക്കുട്ടിയാണ്. ഉത്തിഷ്ട ജാഗ്രത, ഉണർവിന് എഴുന്നേക്കും എന്നൊക്കെ പറയുന്നതാണ്. ഒരു പൂമ്പാറ്റെ പിടിക്കാനായിട്ട് നമ്മൾ പുറകെ ഓടിയാൽ നമ്മൾ ഓടി കുഴയും. നമ്മൾ അനങ്ങാതെ നിശ്ചലമായിട്ടിരുന്ന ഒരു പൂമ്പാറ്റ നമ്മുടെ അടുത്ത് തന്നെ പറക്കും, ഒരു നമ്മുടെ തോളത്ത് തന്നെ വന്നിരുന്നത് മരിക്കും. അതുപോലെ ആഗ്രഹങ്ങളുടെ ഉറവിടമായ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് ആനന്ദം വന്നു ചേരും. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഒരിക്കലും മോനൻ കരഞ്ഞു. ഇപ്പം നോക്കിയാൽ അവന് ശോകമാകാം. എന്താ മോൻ? അപ്പം പറഞ്ഞ്, എനിക്ക് ആദ്യം ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി കല്യാണം കഴിക്കാന്നൊക്കെ നിശ്ചയിച്ച് ആ നിശ്ചയത്തിന് ഡേറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഉണ്ട് ഉള്ള പഴയ കൂട്ടുകാരനെ കണ്ട് അവനുമായിട്ടൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കായി. ഇങ്ങനെ വിഷമിച്ച് ഉറക്കമൊന്നും വരാണ്ടായി താളം തിരിഞ്ഞു. പിന്നെ വേറൊരു സ്ത്രീയെ കാണാനിടയായി. അപ്പം അവള് കല്യാണമൊക്കെ നിശ്ചയിച്ചതാണ്. ഇപ്പം അവൾക്ക് എന്നെ വേണ്ടാന്ന് പറയും. ആ മറ്റേ ഒരുവിധം പുറത്ത് വന്നാണ് പിന്നെ ഇതായത്. കുറച്ച് നാൾ എൻ്റെ കൂടെ കഴിഞ്ഞതാണ്. എന്നിട്ടാണ് ഈ കല്യാണ ഡേറ്റ് എടുത്തപ്പോൾ വേണ്ട പറഞ്ഞു. ഉറക്കമില്ല അമ്മ, എൻ്റെ മനസ്സും ഹൃദയവും തകർന്നിരിക്കുകയാണ്. ഈ ജീവിക്കണമെന്ന് തന്നെ തോന്നില്ല, മരിക്കണം. മോനെ, നിന്നെ സ്നേഹിക്കാത്ത ഒരു മോളല്ലേ, സ്നേഹിച്ചെങ്കിൽ അവൾ വിട്ടുപോകത്തില്ലല്ലോ. അപ്പം അവരെ ഓർത്ത് നീ നശിച്ചാൽ നിൻ്റെ അച്ഛനമ്മയ്ക്കും ദുഃഖമാണ്, നിനക്ക് കഷ്ടമാണ്, നീന്താളെ. മോൻ അങ്ങനെ നിയന്ത്രിക്കാൻ നോക്കും മോനെ എന്ന് പറയുകയാണ്. പക്ഷെ അവിടെ ശക്തി കിട്ടുന്നില്ല. ആരും പ്രേമിക്കേണ്ട എന്നല്ല അമ്മ പറയുന്നത്. ഇപ്പം നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മളിൽ ഉള്ളിലെ പ്രേമമാണ് പൊങ്ങുന്നത്. അതൊരു ഉപാധി മാത്രമാണ്. നമ്മുടെ ഉള്ളിലെ പ്രേമമാണ് പൊങ്ങുന്നത്.
അപ്പം നമ്മളിൽ തന്നെയാണ് ആ പ്രേമം വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി നിന്നുള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കാൻ ശ്രമിക്കും മോനെ. ഇനി നമുക്ക് കിട്ടുന്നതാകട്ടെ എന്നുകൊണ്ട് ശ്രമിക്കുമെന്ന് പറയാം. ഇന്ന് പരിമിതരായ മറ്റുള്ളവരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇത് രണ്ട് അന്ധന്മാർ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. ആർക്കും ആരെയും നയിക്കാൻ കഴിയാതെ. അന്ധന്മാരെന്ന് പറഞ്ഞാൽ പുറത്തുള്ള അന്ധതയല്ല, ഉള്ളിൽ അന്ധത. പരസ്പരം ഹൃദയം അറിയുന്നില്ല. രണ്ടുപേരുടെ റബ്ബർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ വിട്ടപ്പോൾ പത്തൊന്ന് മറ്റേ മറിഞ്ഞു വീണു. അവൾ വിടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ബാലൻസ് പിടിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള അനത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം.